ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇന്ന് കുറേ മുട്ട ഞാൻ കറി വെക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ നല്ല ടേസ്റ്റോടുകൂടി നല്ല ഗ്രേവിയോടുകൂടി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചൂട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിൽ ഒരു മുട്ട കറി വെക്കാം. എന്നിട്ട് ഞാനിവിടെ മുട്ടയൊക്കെ ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ മുട്ട പുഴുങ്ങുമ്പം ആദ്യം ചെറു തീയിൽ വെക്കണം, അല്ലെങ്കിൽ ഈ മുട്ടയെല്ലാം പൊട്ടിപ്പോവും. കാരണം ഇതെല്ലാം ബ്ലോക്ക് കോഴിയുടെ മുട്ടയാണ്. നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എനിക്കൊന്ന് ബ്ലോക്ക് കോഴിയുടെ മുട്ട പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ചെറു തീയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ഞാനിവിടെ മുട്ടയെല്ലാം ഒന്ന് പുഴുങ്ങിയെടുത്തു. പക്ഷേ ഇപ്പോഴത്തെ മുട്ടയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സൈഡ് കറുത്തിരിക്കും, പിന്നെ ചിലതൊക്കെ പൊട്ടിപ്പോകും. അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഞാൻ എല്ലാം കൂടി ഒന്ന് പുഴുങ്ങിയെടുത്ത് പൊളിച്ച് ഒന്ന് വരിഞ്ഞ് വെക്കണം. ഇനി നമുക്ക് ഞാനിവിടെ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മുട്ട കറി വെക്കേണ്ട, അതുകൊണ്ട് വലിയ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ ആദ്യമേ നേരത്തെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വെച്ചിട്ട് നമ്മൾ മുട്ടക്കറി വെക്കാൻ തുടങ്ങുന്നത്. ഇനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് സവാള ഉള്ളിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചെറിയ ഉള്ളി കിട്ടാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് കിട്ടിയാലും വല്ലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ. അത് ഒത്തിരി ഒന്നും നമ്മൾ വാങ്ങിക്കാറില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ സവാള ഉള്ളി ചേർത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല തീയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം മുട്ടക്കറി വെക്കുന്നത്. മൊത്തമായിട്ട് കണ്ടു നോക്കുക. ചില വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിലേക്ക് ഇനിയും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഞാൻ ഇതിനകത്ത് കറിവേപ്പില ചേർക്കാൻ മറന്നുപോയതാണ്. കറിവേപ്പില ചേർത്തില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഞാൻ ചേർത്തില്ല. കറിവേപ്പില ചേർക്കാൻ മറന്നുപോയതാണ്. പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഹിന്ദിക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഭക്ഷണമാണ്. അവർക്ക് പിന്നെ അങ്ങനെ കറിവേപ്പില ചേർക്കണം അങ്ങനെയൊന്നുമില്ല. എന്തോ ഞാൻ മറന്നുപോയതാണ്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അലൂമിനിയം പാത്രം ആയതുകൊണ്ട് അത് പെട്ടെന്ന് അടിയിൽ പറ്റിയും. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തു. ആവശ്യത്തിന് കുറേ മുട്ടയില്ല, അന്നേരം ആവശ്യത്തിനനുസരിച്ച് മല്ലിപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും മഞ്ഞൾ പൊടി ചേർക്കാം. ഇനി എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി, ഒട്ടും എരിവില്ലാത്ത മുളക് പൊടി. പിന്നെ ഞാൻ പെരുംജീരകം പൊടിച്ച് വെച്ചിരിക്കും. അത് ഇതുപോലുള്ള കറികൾക്കൊക്കെ ഞാൻ കുറച്ച് ചേർക്കും. പിന്നെ ഗരം മസാല ചേർത്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് തൊണ്ട ഒക്കെ പോയിരിക്കുകയാണ്. സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട്, അതുപോലെ ചുമയുണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ, വോയിസ് കൊടുക്കുമ്പോഴൊക്കെ. ക്ഷമിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാഞ്ഞത് കൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി കൂടി ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. ഈ എണ്ണയിൽ തന്നെ ഈ മല്ലിയുടെ മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അലൂമിനിയം പാത്രം ആയതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ 2 തക്കാളി അരച്ചതാണ്. ഇപ്പോൾ കിട്ടുന്ന തക്കാളി തീരെ ചെറുതാണ്, അതുകൊണ്ട് 2 തക്കാളി എടുത്തു. അതുകൂടി ഇനിയൊന്ന് ചേർത്ത് ഇനി ഇതൊന്നുകൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കണം. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് മാത്രമാണ് ഞാനിതിവിടെ തയ്യാറാക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഫ്രൈ ആകണം.
പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇനി ഇതൊന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം മാത്രം ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ഇനിയും കുറച്ച് വെള്ളം കൂടി ചേർക്കാം. നമുക്ക് അത്രയും മുട്ട കറി വെക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല ഗ്രേവി വേണ്ടേ. ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല, നല്ല ഒത്തിരി കുറുകിയിരിക്കാനും പാടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തയ്യാറാക്കണം. ഇനി ഇത് നല്ലവണ്ണം എണ്ണ തെളിഞ്ഞു വരണം. അപ്പം നമുക്ക് ബാക്കി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. നമ്മൾ പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ ഒന്ന് ഒറ്റ പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചെയ്തെടുക്കാം. പക്ഷേ അതിലും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോഴാണ്. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി ഇത് നല്ലവണ്ണം ഒന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെയല്ലേ മുട്ടക്കറി വെക്കുന്നത്. ഞാൻ മുട്ടക്കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് മിക്കപ്പോഴും തയ്യാറാക്കുന്നത്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി. ഇനി ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് ഞാനിവിടെ. നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ് തികച്ചും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്ന് ചേർത്തിന് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കണം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ല കറി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മണ്ടയിൽ അത് ഒഴിച്ച് വെള്ള കളറാകുന്നു. ഒരിക്കലും അല്ല. ഇത് നല്ലവണ്ണം നല്ല തിളച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അതോടൊപ്പം നല്ല കുറുകിയിരിക്കും, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, അല്ല എങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ചാൽ മതി. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഇനി ഇതൊന്ന് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. മുട്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നമുക്ക് അധികം തീ വെക്കാതെ ചെറു തീയിൽ തന്നെ ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് മാത്രമേ ഞാൻ വേവിച്ചുള്ളൂ. പെട്ടെന്ന് തന്നെ അതെല്ലാം മുട്ടയിലെല്ലാം മസാല പിടിച്ച് കഴിയുമ്പം നമുക്ക് അല്പം മല്ലിയില ചേർത്ത് ചൂടോടുകൂടി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.